തൃശൂർ ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരിവേട്ട. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തും തൃശൂർ കൊണ്ടാഴിയിലും നടത്തിയ പരിശോധനകളിൽ അരക്കോടിയിലധികം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇന്നലെ ചെറുതുരുത്തിയിൽ നിന്ന് പിടിയിലായ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ വൻ ലഹരി മരുന്നുവേട്ടയിലേക്ക് എത്തിച്ചത്. ഷൊർണൂർ റൂട്ടിലെ ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്നുമാണ് ഉണ്ണികൃഷ്ണൻ പിടിയിലാകുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തൃശൂരിലേക്ക് കൊണ്ടുവന്നതെന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മൊഴി. പക്ഷെ ബംഗളൂരുവിൽ നിന്ന് തൃശൂരിലേക്ക് എത്താൻ ഷൊർണൂരിലേക്ക് എന്തിനു വന്നുവെന്ന സംശയമാണ് പോലീസിനെ ഒറ്റപ്പാലത്തെയും കൊണ്ടാഴിയിലെയും ലഹരി മരുന്ന് ഗോഡൌണിലേക്ക് എത്തിച്ചത്. കൊണ്ടാഴി മായന്നൂർ അനൂപിന്റെ വീട്ടിൽ നിന്നും 12 ചാക്കുകളിലായി 9,000-ഓളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും കാറിലുമായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ. ഒറ്റപ്പാലത്ത് റഷീദ് എന്നയാൾ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താനായിട്ടില്ല. 1,00,000-ലധികം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അനൂപിനെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും റഷീദിനെ പിടികൂടാനായിട്ടില്ല. ചെറുതുരുത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബേബി വർഗീസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. 24 തൃശൂർ.